സൊലിബിന്റെ സൂവറാട്ടം സ്വലാത്തിലും മീസയിലിട്ടും സഫറാട്ടം സുമദോനിയിലെ ഖലാസേരേ സൊലിബിന്റെ സൂവറാട്ടം സ്വലാത്തിലും മീസയിലിട്ടും സഫറാട്ടം സുമദോനിയിലെ ഖലാസേരേ സുബ്ഹാനേ യാദാബുകൾ മീശി പോകുമ്പോൾ കോലം അകമാകെ ജവാബും കാത്തിരിക്കും മാലം സുമിതത്തിൽ അടങ്കലും തകർത്തേറും പോരെ സദനത്തിൽ ഉറക്കത്തിൽ വിതച്ചിടും വീറ് സുരുമിക്കും ജഹന്നമിൽ തിളക്കുന്ന നാറ് സവബാക്കി പരലോകം കരിക്കും നെഞ്ചോറ് ഇന്നാലില്ല ചൊല്ലുന്നില്ല ഇറയോനല്ല ഹൈറാം ജല്ല ശ്രുതിയാലെ മുഹ്സിനും നിശിതയാൽ അബുകൻ സയാമന്നാൻ യാ ഹന്നാൻ യാ മന്നാൻ യാ ഹന്നാൻ യാ അല്ലാഹ് ഫലസ്തീനിൻ പൂവിയിൽ വന്നൂറ്റം ശോഅബാൻ ഫഗവമ്പും പേരുത്തി ഇസ്രായേൽ ശ്രീ ഫൈസൽ കന്മനം എഴുതി മുഹസിൻ ഗുരുക്കൾ ഈണം നൽകി മിൻഹ ആലപിച്ച സങ്കടപ്പെയ്ത്ത് എന്ന സംഗീത ആൽബമാണ് ഞാനിപ്പോൾ പ്രകാശിപ്പിച്ചത്. ഇതിനെ ഒരു സംഗീത ആൽബം എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാളേറെ വേദനയുടെ ഒരു ആഘാതം എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. ഫൈസൽ അനേക കാലമായി അറബി മലയാള രീതി ഉപയോഗിച്ച് പാട്ടുകൾ എഴുതുന്ന ഒരാളാണ്. എനിക്ക് എത്രയോ വർഷമായിട്ട് ഫൈസലിനെ അറിയാം. ഫൈസൽ ഫലസ്തീനിലെ അനുഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എഴുതിയതാണ് ഈ ഗാനം. അത് മുഹസിൻ ഗുരുക്കൾ അതിൻ്റെ എല്ലാ വികാര തീവ്രതയോടും കൂടിയാണ് ഈണം നൽകിയിരിക്കുന്നത്. അസാധാരണമായ ശബ്ദത്തിലാണ് മിൻഹ പാടിയിരിക്കുന്നത്. +2 വിദ്യാർത്ഥിനിയാണ് മിൻഹ. പക്ഷേ അഗാധമായ മുഴക്കമുള്ള അഗാധമായ ധ്വനനശേഷിയുള്ള ആലാപന രീതിയാണ് മിൻഹയുടേത്. പലസ്തീനിലെ പലായനം, ഇസ്രായേലിൻ്റെ അധിനിവേശം, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, പലായനം ചെയ്യുന്ന കുട്ടികൾ, അമ്മമാരുടെ നിലവിളികൾ, നമ്മുടെ നെഞ്ചുലയ്ക്കുന്ന നമ്മെ തകർക്കുന്ന വിഷ്വലുകൾക്കിടയിലൂടെ ഫൈസലിൻ്റെ ആഘാതം പോലുള്ള വരികൾ അതിൻ്റെ അതേ വികാര തീവ്രതയോടുകൂടി മിൻഹ ആലപിച്ചിരിക്കുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു ആൽബം ഞാൻ കേട്ടിട്ടില്ല. മലയാളം എന്ന് മുഴുവൻ പറഞ്ഞുകൂടാ, അറബി മലയാള രീതിയാണ് ഫൈസൽ അവലംബിച്ചിട്ടുള്ളത്. മോയിൻകുട്ടി വൈദ്യരുടെയും ചേറ്റുവായ പരിക്കുട്ടി സാഹിബിൻ്റെ